ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു യസ്മിര ഡിസൈൻ ഫ്രം ക്രിസ്റ്റി ബ്രൈഡൽ ഡിസൈനിങ് കോർണർ. നമ്മൾ കോട്ട സിൽക്കിന്റെയും ലിനൻ കോട്ട സാരീസിന്റെയും കുറെ കളക്ഷൻസ് കുറെ അധികം റീലുകളായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഓൾമോസ്റ്റ് സെയിൽ ആയിട്ടുണ്ട്. ഇപ്പൊ പൂജയുടെ ഓഫറിന് 20% ഇട്ടിട്ട് നമ്മൾ സാരികൾ സെയിലാക്കി. അതും കുറെ അധികം പോയി. എല്ലാ സാരികളിൽ നിന്നും ഒന്നും രണ്ടും പീസുകളും അല്ലാതെ കുറച്ച് എക്സ്ട്രാ പീസുകൾ നമുക്ക് കയ്യിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് 25% നമ്മൾ സെയിൽ ചെയ്യാണ്, ക്ലിയർ സെയിലാണ്. അപ്പൊ ഞാൻ നിങ്ങളത് കാണിക്കാം. നിവർത്തി കാണിച്ചാലേ നമുക്ക് സാരികളുടെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. ഈ പാക്കറ്റ്സുകളായിട്ട് ഫോട്ടോസിലും കണ്ട് മിക്കവാറും ആൾക്കാർ പറയുന്നുണ്ട് അതിന്റെ ഭംഗി അറിയാൻ പറ്റുന്നില്ല, ഉടുത്ത് കാണിക്കോ നിവർത്തി കാണിക്കോ ചെയ്യണം. അപ്പൊ എല്ലാം നമുക്ക് ഉടുക്കുന്നത് ചിലപ്പോൾ പോസിബിൾ ആവില്ല. ഞാൻ നിങ്ങളെല്ലാം നിവർത്തി കാണിക്കാൻ ഓരോന്നോരോന്നായിട്ട്. ഇത് കോട്ട സിൽക്കിന്റെ സാരിയാണ്. ഒരു ടീൽ ബ്ലൂവും വൈറ്റ് ഷെയ്ഡും, വൈറ്റ് എന്ന് പറഞ്ഞൊരു ഓഫ് വൈറ്റ് ഷെയ്ഡ് പോലെ വരുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ കളർ എങ്ങനെയാണ് ഇത് കാണുന്നതെന്ന് അറിയില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ഇതാണ് ഒരെണ്ണം. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ഇതിന്റെ ബ്ലൗസ് വരുന്നതും ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. ചെറിയ ബോർഡറിങ്, ഗോൾഡൻ 1 ഇഞ്ച് വരുന്നൊരു ബോർഡർ ഒക്കെ ഉണ്ട്. നമുക്കിത് കൊടുത്താൽ ഏകദേശം എങ്ങനെ ഇരിക്കും എന്നുള്ളതേ വെച്ച് കാണിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയായിരിക്കും സാരിയുടെ ഒരു ലുക്ക് വരുന്നത്. ഇതായിരിക്കും. അപ്പോൾ ഒരെണ്ണം ഇതാണ്. ഞാൻ അടുത്തത് കാണിക്കാം. ബാന്തിനി ഒരുപാട് ട്രെൻഡ് ആയതാണ് ഇടയ്ക്ക്. നമ്മുടെ ടൈ ആൻഡ് ടൈ പാറ്റേൺ എന്നൊക്കെ പറയുന്ന പോലെ ബാന്തിനിയുടെ സാരിയാണ്. ഇതിന്റെയും കളർ കോമ്പിനേഷൻ നല്ല രസമുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. ഇത് വരുന്ന ലിനൻ കോട്ടൺ മെറ്റീരിയലിലാണ് കേട്ടോ. ഇത് മിക്സ് ആണ് കേട്ടോ മെറ്റീരിയൽ. ഞാൻ ഒരു ടൈപ്പാണ് എപ്പോഴും ഒന്നിച്ച് കാണിക്കാറ്. പക്ഷെ ഇതിപ്പോ പല പല മെറ്റീരിയലിൽ നിന്നും 1-2 പീസസ് വന്നതാണ്. ഇതെല്ലാം നമ്മൾ 24%-ലാണ് എന്ന് പറഞ്ഞാൽ 699, 599, 799 അങ്ങനെയായിരിക്കും ഇതിന്റെ റേറ്റുകൾ വരിക. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, ഇൻബോക്സിൽ വന്നാൽ മതി. ഞാൻ അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഒരു പീസ് 2 പീസൊക്കെ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരും. ഞാൻ ഇരുന്ന് കാണിക്കണം, എനിക്ക് കൂടുതൽ അത് കാണിക്കാൻ പറ്റില്ല. നിങ്ങൾക്കത് വ്യക്തമാണെന്നുണ്ടെന്ന് തോന്നുന്നില്ല. അതായത് ബോഡി വരുന്നതൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലും അതിൽ ബാന്തിനി പ്രിന്റ് വന്നിട്ട് അറ്റത്ത് വരുന്നത് ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിലുമാണ്. നല്ല ഭംഗിയാണ് ഈ സാരി. സോഫ്റ്റ് ആണ്. ഇതൊക്കെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചൂട് കാലാവസ്ഥയിലും ഒക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാരികളാണ്. ഇനി അടുത്തൊരു ബ്ലാക്ക് ആണ്. ബ്ലാക്ക് എനിക്ക് കുറച്ച് കൂടുതൽ സെയിലാവുന്ന ഒരു കളറാണ് ബ്ലാക്ക്. എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നത് ബ്ലാക്ക് ആണ് കൂടുതൽ. സിൽക്കിലാണെങ്കിലും കോട്ടണിലാണെങ്കിലും ഒക്കെ. ഇത് നമ്മൾ പ്ലെയിൻ ബ്ലാക്ക് അല്ല, ഇതിനകത്ത് ചെറിയ ഡിസൈൻ ഉണ്ട്. ഇതിന്റെ ബ്ലൗസ് വരുന്ന പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ആണ് വരിക. സാരിയുടെ പ്രിന്റ് ആണ് ഇങ്ങനെ വരിക. കണ്ടോ, ഒരു ബ്ലൂ, 2 ഷെയ്ഡ് ഓഫ് ബ്ലൂ ഇതിനകത്ത് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് ആണെന്ന് തോന്നുന്നു. ബ്ലൗസ് പീസ് ആണ് ഇത് വരുന്നത്. ഇതും കോട്ട സിൽക്കിന്റെ സാരിയാണ്. ബ്ലൗസ് പീസ് വന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഇത് ബ്ലാക്കില് ചെറിയ ഗോൾഡൻ സ്ട്രൈപ്സ് വന്നിട്ട് വരുന്നുണ്ട്. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ചെറിയ ടാസിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ സാരിയുടെ തുമ്പത്ത്. മുന്താണി ഭാഗം വരുന്നതും ഇതുപോലെ ബ്ലാക്ക് ചെക്കാണ്. ബോഡി പോർഷൻ ഇങ്ങനെയാവും വരിക. ഞാനിപ്പോ ഈ ബ്ലൂ കളറിലെ ബ്ലൗസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇതൊരു പക്ഷെ നല്ല മാച്ചായിട്ട് കിട്ടും. ഇങ്ങനെയാണ് ഇത് വരിക. കണ്ടോ, ഒരെണ്ണം ഇതാണ് സാരി. നല്ല ഭംഗിയാണ് ഈ സാരിയും. ഇതൊക്കെ നമ്മൾ ഉടുത്താലും നമുക്ക് ഇതിന്റെ ഭംഗി അറിയാൻ പറ്റും. ഇതിങ്ങനെ മടക്കി വെച്ചിരിക്കുമ്പോഴോ ഫോട്ടോയിലോ ഒന്നും നമുക്ക് ഇതിന്റെ ഒരു രസം അറിയാൻ പറ്റില്ല. മിക്ക സാരികളും അങ്ങനെ തന്നെയാണ്. കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ചിലപ്പോൾ ഉടുക്കുമ്പോൾ നമുക്ക് അത്ര കംഫർട്ടബിൾ ആകണമെന്നില്ല. പക്ഷെ വളരെ സിമ്പിളായിട്ട് തോന്നുന്ന സാരികൾ ചിലപ്പോൾ ഉടുക്കുമ്പോൾ നല്ലതായിരിക്കും. ഇതാണ് ഒരെണ്ണം. ഇത് ഒരു പീസേ ഉള്ളൂ. ഇതിന്റെ 4-5 കളേഴ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഇനിയുള്ളത് കോട്ട സിൽക്കിന്റെ 2 ഷെയ്ഡ് സാരികളാണ്. നല്ല കളർ കോമ്പിനേഷനാണ്. അത് ഭയങ്കര സോഫ്റ്റ് ആണ് ഈ സാരികൾ. നമുക്ക് ഉടുക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. തിന്നായിട്ടുള്ള ഒരു മെറ്റീരിയൽ. നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. കണ്ടോ, ഒരു ഗ്രീൻ ഷെയ്ഡും അതുപോലെ ഒരു കളർ, ഇതൊരു റോസ് പിങ്ക് അല്ല, ഒരു ഡാർക്ക് പിങ്ക് വരുന്ന ഒരു ഇത്. നമുക്ക് ശരിക്കും ഈ സാരി ഒരു സെമി ടെസറിന്റെ ഒരു ഫീലൊക്കെയാണ് തരുന്നത്. ഇതിപ്പോ ഉടുക്കുമ്പോൾ ഇങ്ങനെയാ വരിക. ബോർഡർ ഒന്നുമില്ല. സാരി ഫുള്ളും ഈ ഒരു പ്ലെയിൻ ഗ്രീൻ ആണ് വരുന്നത്. മുന്താണി പോർഷൻ ബ്ലൗസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു കളർ. ഇങ്ങനെ വരും. ഇങ്ങനെയായിരിക്കും വരുന്നത്. ബ്ലൗസ് പീസ് വരുമ്പോൾ ഇങ്ങനെ വരും.
അതാണ് ഒരെണ്ണം. അതിന്റെ തന്നെ ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതും. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനാണ് ഈ ബ്രിക്സ് ഷെയ്ഡും അതുപോലെ റെഡ്, ബ്ലാക്ക് റെഡ്, അതുപോലെ ബ്ലാക്കും ചെറിയ ഓറഞ്ച് ഷെയ്ഡും ഒക്കെ നൈറ്റ് ഉള്ള ഫംഗ്ഷനുകൾക്ക് കൊടുക്കാനും ഈവനിങ് ഫംഗ്ഷനുകൾക്കൊക്കെ ഭയങ്കര ഭംഗിയാണത്. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു ഷെയ്ഡാണ് വരിക. ഇതിൻ്റെതും 12 പീസ് ഉണ്ടായിരുന്നതിൽ ഇത് 8 പീസേ ഉള്ളൂ നമുക്ക് ബാലൻസ് ഉള്ളൂ. ഒരു ബ്ലാക്ക് ഷെയ്ഡ്, ബ്ലാക്ക് എന്ന് നല്ല തിക്ക് ബ്ലാക്ക് അല്ല, ഒരു ആഷ് ബ്ലാക്ക് ആണ് വരുന്നത്. അതിൽ ഗോൾഡൻ ഡിസൈൻ ഉണ്ട്. ബോഡി കളർ വരുന്നത് ഈ ഒരു ബ്രിക്സ് ഷെയ്ഡാണ് വരുന്നത്. ഇത് റെഡ് അല്ല കേട്ടോ, ഒരു ചെറിയ ഒരു ഷെയ്ഡാണ്. ഇങ്ങനെയാണ് വരിക. പിന്നെ ബ്ലൗസ് ഈ ഒരു കളറായിരിക്കും വരുന്നത്. ഈ കളറല്ല, കൺഫേം ചെയ്യട്ടെ അത് തന്നെയാണോ. യെസ്, ഇതാണ് നമുക്ക് ബ്ലൗസ് പീസ് വരുന്നത്. നല്ല രസമായിരിക്കും എടുക്കുമ്പോൾ. ഇനി നമുക്കുള്ളത് കോട്ടൺ സിൽക്കിന്റെ തന്നെ ഒരു ഗോൾഡൻ യെല്ലോ കളർ. ഇതും എനിക്ക് ഈ സ്ക്രീനിൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണുന്നത് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് നേരിട്ട് കാണാൻ. ക്ലോത്തും നല്ലതാണ്. വേണ്ടേ, ഇതാണത്. തുമ്പത്ത് ചെറിയ സെയിം കളർ ക്ലോത്തിന്റെ തന്നെ കളറിൽ ടാസിൽസ് ഉണ്ട്. കുഞ്ഞു ബോർഡർ, ഒരു 1 ഇഞ്ച് വരുന്ന വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ബോർഡർ വരുന്നുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ബോർഡർ ഇങ്ങനെ വിസിബിൾ ആകും എടുക്കുമ്പോൾ. ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതിന്റെ സെയിം ബ്ലൗസുമായിട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ബോഡിയാണ് ഈ ഒരു ഷെയ്ഡിൽ വരുന്നത്, യെല്ലോ മിക്സ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നത്. മൊത്തത്തിലൊരു ഗോൾഡൻ ലുക്കാണ് സാരിക്ക് വരുന്നത്. മസ്റ്റാർഡ് യെല്ലോ എന്ന് പറയില്ലേ, ആ ഒരു മസ്റ്റാർഡ് യെല്ലോയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു യെല്ലോ ഗോൾഡാണ്. പിന്നൊരു ഇത്തിരി കോൺട്രാസ്റ്റ് കളറിലൊക്കെ എടുക്കണം എന്നൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇത്. ഇത് നമുക്ക് കുറെ അധികം സെയിലായി. ഫസ്റ്റ് കാണുമ്പോൾ എനിക്കിത് ഫസ്റ്റ് കണ്ടപ്പോൾ കളർ അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ നല്ല ഭംഗിയാണ് ഇത് ഉടുക്കുമ്പോൾ. ഓറഞ്ച് കളറാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത്. നല്ലൊരു മഞ്ഞ കണ്ടോ. മഞ്ഞ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, മഞ്ഞ ചോദിച്ചു വരുന്നവരും ഉണ്ട്. മഞ്ഞയും ഓറഞ്ചും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതും ഞാൻ നിവർത്തി കാണിക്കാം. നിവർത്തിയാലേ നിങ്ങൾക്ക് അതിന്റെ രസം അറിയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് നിവർത്തി കാണിക്കാമെന്ന് പറഞ്ഞത്. ഇതാണ് അതിന്റെ മുന്താണി പാർട്ട് വരുന്നത്. ചെറിയൊരു ഒരു ലൈൻ ഇങ്ങനെ ഉണ്ട്, വൈറ്റ് ലൈൻ. ബ്ലൗസ് വരുന്നത് ഈ ഒരു കളറാണ്. അപ്പോൾ സാരി ഉടുക്കുമ്പോൾ ഓറഞ്ച് ബ്ലൗസുമായിട്ട് വന്നിട്ട് ഇങ്ങനെയായിരിക്കും വരിക. നല്ലൊരു കളർ, നല്ല രസമുള്ളൊരു മഞ്ഞ ഷെയ്ഡാണ്. അടുത്ത ഒരു റെഡ് സാരിയാണേ. ഈ റെഡ് സാരി നമ്മൾ ഇപ്പൊ കാണിച്ചതെല്ലാം കോട്ടൺ സിൽക്കും ലിനൻ കോട്ടനും ആണ്, പക്ഷെ ഇത് മൽക്കോട്ടൺ സാരിയാണ്. കോട്ടൺ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് റെഡില് ബ്ലാക്ക്, കുറച്ച് വീതിയുള്ള ഒരു 1/4 ഇഞ്ച് വീതിയുള്ള സ്ട്രൈപ്സ് വരുന്നതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത്. സാരി ഇങ്ങനെ വരും. ബോഡിയിൽ നമുക്ക് ഇതുപോലെ ബ്ലാക്ക് കളറിലുള്ള ഒരു പ്രിന്റും അറ്റത്ത് ചെറിയൊരു ബ്ലാക്ക് ബോർഡറും ഒക്കെ ആയിട്ട് വരും. നല്ല റെഡാണ് ഇത്, നല്ല ചില്ലി റെഡാണ്. ഇങ്ങനെയായിരിക്കും സാരി വരുന്നത് ഉടുക്കുമ്പോൾ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടൺ സാരി ഇപ്പം എല്ലാവരും ഉടുക്കുന്ന ഒരു ടൈപ്പ് സാരിയാണല്ലോ. അടുത്തതും ഇത് റെഡല്ല, ഒരു ബ്രിക്ക് ഷെയ്ഡാണ്. പ്ലെയിൻ സാരിയാണ്, ഇതിൽ പ്രിന്റ് ഒന്നുമില്ല. ഇത് ലിനൻ കോട്ടൺ ടൈപ്പ് വരുന്ന ഒരു സാരിയാണ്. നമുക്കിതെല്ലാം ഈ പ്യോർ ആയിട്ട് വരുന്ന ലിനൻ സാരികളുടെയും കോട്ടൺ സാരികളുടെയും സിൽക്ക് സാരികളുടെ ഒക്കെ റിപ്ലിക്ക നമുക്കിപ്പോൾ അവൈലബിൾ ആണല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റിൽ ഇത് കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഇതിനൊക്കെ റേറ്റ് കൂടുതലാണ്. കാരണം ഞാൻ പറയണ്ട, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വരുന്നത്. മുന്താണി ഭാഗത്ത് മാത്രമാണ് ഈ ഒരു വയലറ്റ് ഷെയ്ഡിലുള്ള ചെറിയ ടൈപ്പിലുള്ള ലൈൻസ് വരുന്നത്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും വരിക. അത് നിങ്ങൾക്ക് ഇതിന്റെ ബ്ലൗസ് ഈ ഒരു ബ്രിക്ക് കളർ തന്നെയായിരിക്കും വരുന്ന, പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വേറെ കോൺട്രാസ്റ്റ് കളർ സ്റ്റിച്ച് ചെയ്ത് അതിന്റെ കൂടെ ഇട്ടാലും ഭംഗിയായിരിക്കും. ഈ ബോഡി ഫുള്ളും ഈ ഒരു ഗോൾഡൻ സ്ട്രൈപ്സ് വരുന്നുണ്ട് ഇങ്ങനെ. ഇതാണ് ഒരെണ്ണം. അടുത്തത് ഞാൻ നേരത്തെ കാണിച്ച കൂട്ടത്തിൽപ്പെട്ടൊരു സാരിയാണ്. കോട്ടൺ സിൽക്കിന്റെ സാരി തന്നെയാണ്. ഇതിന്റെ ഷെയ്ഡ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് കളറും ബ്രിക്ക് ഷെയ്ഡും. പക്ഷെ ഇത് അതിന്റെ ഒരു ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നു. ഞാനും ഇത് ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് ഒരു കൺഫ്യൂഷൻ വന്നത്. അല്ല, ഇതിങ്ങനെ ഫുള്ളും ഈ ഒരു ഷെയ്ഡാണ്.
എന്താണ് ഒരു മൊസാന്തയുടെ കളർ എന്ന് പറയുന്നത്, നമ്മൾ കനകാമ്പരപ്പൂവിന്റെ കളർ എന്ന് പറയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാലായിരിക്കും കുറച്ചുകൂടെ നമുക്ക് അറിയാൻ പറ്റുക. കളേഴ്സിനൊക്കെ ഒത്തിരി പേരുകളുണ്ട്, ഡിസൈനേഴ്സ് പല പേരുകൾ പറയുമെങ്കിലും ചിലപ്പോൾ മിക്കവാറും ഉള്ളവർക്ക് അതൊന്നും മനസ്സിലാകാറില്ല. വേണ്ട ഇത് വരും ശരിക്കും നമ്മുടെ കനകാമ്പരപ്പൂവിന്റെ കളർ ഷെയ്ഡ് വരുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, ശരിക്കും ഒരു സെമി ടെസറിന്റെ ഫീല് വരുന്നത്. ചെറിയ ഗോൾഡൻ ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയാം. അദ്ദേഹം ഉണ്ടോ, ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നതും ഈ കളറിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും വരിക. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ നേരത്തെ കാണിച്ച് ബോഡി ഒരു ബ്രിക്ക് കളറിന്റെയും ബ്ലാക്ക് മുന്താണി വന്നതിന്റെ നേര് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. ബോഡി വരുന്നത് ബ്ലാക്ക് ആണ് കണ്ടോ, ഒരു ആഷ് ബ്ലാക്ക് പോലത്തെ ബ്ലാക്ക് ആണ്, ഭയങ്കരമായിട്ട് ജെറ്റ് ബ്ലാക്ക് അല്ല കണ്ടോ. ഇതാണ് വരിക. ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ച് കാണിക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള ഇത് മുന്താണിയാണ്. ബ്ലൗസ് വരുന്നത് ഈ ഒരു ചെങ്കൽ ഷെയ്ഡിലെ ബ്ലൗസ് തന്നെയായിരിക്കും വരുന്നത്. ഇതും ഇങ്ങനെ ഒരു സിംഗിൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനും പ്ലീറ്റ് എടുത്തിട്ട് സ്ട്രേപ്പ് ചെയ്തെടുക്കാനും ഒക്കെ നല്ലതാണ്. വേറൊരു കളർ കോമ്പിനേഷൻ അതിന്റെ തന്നെ ആ സെയിം മെറ്റീരിയലിന്റെ തന്നെ വേറൊരു നല്ല രസമുള്ളൊരു കളർ കോമ്പിനേഷൻ ഉണ്ട്. ഒരു ലോട്ടസ് കളറിലുള്ള മുന്താണിയും ബ്ലൗസും ഈ ഒരു ലോട്ടസ് കളറായിരിക്കും വരിക. ബോഡി നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ ആണ്. ബ്രൗണും ഇതൊക്കെ അത്ര പെട്ടെന്നില്ല, അതൊരു കളർ കോമ്പിനേഷൻ ആണ്. ഇതേക്കണ്ടോ ബ്രൗൺ, എന്നിട്ട് ചെറിയൊരു ഗോൾഡിന്റെ ഒരു മുന്താണി ലൈൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു ഭംഗിയുടെ ഒരു എലഗൻസ് ഫീൽ ചെയ്യും. ഇങ്ങനെ വരും. ഇതിനകത്ത് ബ്ലൗസ് കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ജസ്റ്റ് ഉള്ളൊരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ടോ, ഈ ഒരു ബ്ലൗസ് പീസുമായിട്ടായിരിക്കും വരുന്നത്. ഇനിയൊരു അതും കോട്ട സിൽക്കിന്റെ ആഷും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ആഷും ബ്ലാക്കുമാണ്. ഞാൻ ഇതൊന്ന് കാണിക്കാം. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് കണ്ടോ, ബ്ലാക്ക് ബ്ലൗസ് പീസിൽ ഇത് ഇങ്ങനെയൊരു പ്രിന്റ് വരുന്നുണ്ട്. ഇക്കത്ത് എന്നൊക്കെ പറയും. ഇക്കത്ത് പ്രിന്റുകൾ വരുന്നതിനെയാണ് ഇങ്ങനെ പ്രിന്റ് വരുന്നതിന് അങ്ങനെയാണ് നമ്മൾ പറയുക. ബാന്തിനി, ഇക്കത്ത്, അതേപോലെ എന്താണ് കയ്യാണ്ടൈ സാരികള്, ബത്തിക്ക്, അജ്രക്ക്, അങ്ങനെ കുറേ അധികം ഉണ്ട് ഏരിയകൾ. ഓരോന്ന് വരുന്നതനുസരിച്ച് ഞാൻ പറയാം. ഇതാണ് ഒരു നല്ല ഭംഗിയായിട്ടോ ഈ സാരി. ബ്ലാക്കിന്റെ മെറ്റീരിയലും കോട്ട സിൽക്കിന്റെ ആയതുകൊണ്ട് നമുക്കൊരു ബോഡിയുമായിട്ട് നല്ല ചേർന്ന് കിടക്കും. ഞാൻ വെച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഫുള്ള് നിവർത്തിയാലേ നിങ്ങൾക്ക് ഇതിന്റെ ശരിക്കുള്ള ഭംഗി അറിയാൻ പറ്റും. ഞാനത് ഫുള്ള് നിവർത്താം. ഇതാണ് ആ സാരി. നിങ്ങൾക്ക് വേണ്ടി ഞാനത് മുഴുവൻ നിവർത്തിയിട്ടുണ്ട്. ഞാൻ കണ്ടോ ആ ബ്ലൗസ് പീസിൽ നമ്മൾ കാണിച്ച ആ ഒരു ഇക്കത്ത് പ്രിന്റ് നമുക്കതിന്റെ രണ്ട് സൈഡിൽ വരുന്നുണ്ട്. ബാക്കി ബോഡി ഫുള്ളും ഇങ്ങനെയാണ്. ഇതാണ് ഇങ്ങനെയായിരിക്കും സാരി വരിക. ഇങ്ങനെയായിരിക്കും സാരി വരിക ബ്ലാക്ക് ബ്ലൗസുമായിട്ട്. ഓക്കെ, നല്ല രസമുള്ള സാരിയാണ് കേട്ടത്. ഇതൊക്കെ ആ ബ്ലൗസുകൾ പെയർ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ചതിനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഒരു സ്ലേറ്റ് ആഷ് കളറിലുള്ള സാരി, ഇതൊരു പീസേ ഉള്ളൂ. ഇനിയിപ്പോൾ കാണിച്ചതൊക്കെ 1, 2 പീസ് 3 പീസുകളൊക്കെയാണ് ഇനിയിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഒറ്റ പീസ് ഉള്ളതും ഉണ്ട്. നിങ്ങൾ വേഗം തന്നെ ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പറഞ്ഞാൽ വേഗം തന്നെ കിട്ടും. തീർന്നു പോയാൽ ഇനി ഞാൻ ഈ സൈസ് റീസ്റ്റോക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത്. ഇതും ഫുള്ള് കാണിക്കാം, നിവർത്തിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇതാണ് ബ്ലൗസ് വരുന്നത്. ഈ ഒരു പാറ്റേൺ ആണ് ബ്ലൗസ് വരുന്നത്. സാരിയുടെ മെയിൻ എന്താണ് പോർഷൻ വരുമ്പോൾ ഈ ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ട് ആഷ്, ഒരു ഗോൾഡ് ആന്റി ഗോൾഡ് കളറിലെ ചെറിയ സ്ട്രൈപ്സ് ഒക്കെ ഉണ്ട്. ഇത് വരുന്നതും ഇങ്ങനെയായിരിക്കും വരിക. ഇതാണ് സാരി. സ്ലേറ്റ് ആഷിനകത്ത് വൈറ്റ് പ്രിന്റ് വരുന്നതാണ് കണ്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ്. എല്ലാം ഇനി നല്ല പണിയാണ് മടക്കി വെക്കുക എന്നുള്ളത്. എന്നാലും എനിക്ക് സന്തോഷമാണ് നിങ്ങൾക്കിത് കണ്ട് കുറച്ചും കൂടി ഇതുമായിട്ട് അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതൊരു നല്ല രസമുള്ള പിങ്ക് ഷെയ്ഡാണ്. ഇതിന്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഒരിക്കൽ ഈ സാരിയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒറ്റ പീസേ ഉള്ളൂ. ഇനി ബാക്കിയെല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട്. ഇത് നിവർത്തി കാണിക്കാം. നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് കളറാണ് കണ്ടോ.
ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഞാൻ കാണിക്കാം. ബ്ലൗസ് അന്ന് റീലിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരിക. ഈ ബ്ലൗസ് പീസുമായിട്ട് ഇടുമ്പോഴായിരിക്കും ബ്ലൗസ് നല്ലത്. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ആവശ്യം ചോദിക്കുന്നവർക്ക് ഞാൻ ഉണ്ടെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാം. ഇതാണ് സാരി വരുന്നത്. നല്ലൊരു റോസ് ഷെയ്ഡാണ്. വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ് ആണ്. വെയിറ്റ്ലെസ് ആയതുകൊണ്ട് നമുക്ക് ഇനി ഉടുത്തിട്ട് ഭാരം അങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള സാരികളാണ്. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുക കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് മസ്റ്റാർഡ് യെല്ലോ വരുന്ന ഒരു കളർ, ലിനൻ കോട്ടൺ. നല്ലൊരു ലിനന്റെ പ്യുവർ ലിനനിന്റെ അതേ സ്വഭാവം തന്നെ കാണിക്കുന്ന സാരികളാണ് ഇതൊക്കെ കേട്ടോ. ശരിക്കും നമുക്ക് വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിന്റെ റെപ്ലിക്കാണത് പോലും തിരിച്ചറിയാൻ പറ്റൂ. നല്ല രസമുള്ള ടാസൽസ് ആണ് ഇതിനകത്തുള്ളത്. ഇതിന്റെ ബ്ലൗസ് പീസ് ഈ ഒരു സിനമൺ കളറിൽ വരുന്നതാണ്. സിനമൺ മിക്സ് വരുന്ന ഒരു സിനമൺ, കൂടുതൽ എനിക്കൊന്ന് ബോഡിയിൽ ഷെയ്ഡ്, അതെ മുകളിലെ പോർഷൻ മുഴുവൻ ഈ ഒരു സിനമൺ ഷെയ്ഡാണ് വരുന്നത്. ഇതും ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സാരി വരുന്നത്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ വരും. മുന്താണി ഇതുപോലെ വരും. ഭംഗിയുള്ള സാരിയാണ്. അതൊന്ന് പിന്നെയുള്ളത് പീച്ച് കളറാണ്. ഒരിടയ്ക്ക് പീച്ച് കളർ നല്ല ട്രെൻഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറായിരുന്നു. പീച്ചിന് ഇടയ്ക്ക് വെച്ച് പോയിരുന്നു. ഇപ്പൊ വീണ്ടും ഇതും നല്ല ലിനൻ കോട്ടൺ ആണ്. നല്ല പീച്ച് കളറാണ്. ഒരു സിൽവർ ടിൻഡ് വരുന്ന ബോർഡർ ആണുള്ളത്. ഒരു സ്ലൈറ്റ് സിൽവർ ഷെയ്ഡിൽ നമുക്ക് കാണാൻ പറ്റും. ബ്ലൗസ് പീസ് വരുന്നതും ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും. നല്ല പീച്ച് ഉണ്ടോ, പീച്ച് കളറിലുള്ള സാരിയാണ്. ബാന്തിനി ടൈപ്പ് സാരിയാണ്. ഇനി വീണ്ടും ഞാനൊരു മൽക്കോട്ടൺ കാണിക്കാം. ഞാനിപ്പോൾ ഈ ഉടുത്തിരിക്കുന്ന സാരി മൽക്കോട്ടനാണ്. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സാരിയാണിത്. ഇത് എനിക്ക് കുറെ അധികം സെയിലായതാണ്. ഇതിന്റെയും ഒരു 2 പീസുകളെ ഇനി എൻ്റെ കയ്യിലുള്ളൂ. ഇതിന്റെ ബ്ലൗസ് പീസാണ് ഇതിന്റെ ഹൈലൈറ്റ് വരുന്ന ബ്ലൗസ് പീസ്. ഇതാണ് കേട്ടോ, ഇതാണ് ബ്ലൗസ് പീസ്. നിങ്ങൾക്ക് ബോട്ടിനൊക്കെ വെച്ച് തയ്ക്കാൻ പറ്റുന്ന, ബാക്കിൽ ചെറിയ എന്തെങ്കിലും പാറ്റേൺ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സൈസിൻ്റെ ഒരു ബ്ലൗസ് പീസാണത്. ഈ സാരി നിങ്ങൾ നോർമലി നിങ്ങളിപ്പോൾ ഇടയ്ക്ക് കുറേ അധികം ട്രെൻഡായ ഒരു സാരിയാണ് ലെറ്റർ സാരി എന്ന് പറയുന്നത്. ജാപ്പനീസ് ചൈനീസ് എന്തോ ലെറ്ററിങ് ആണ്, റിസപ്ഷൻ എന്തോ ലെറ്ററിങ് ആണ് സാരി. ഇങ്ങനെയാണ് സാരി വരിക. ബ്ലൗസ് പീസും കൂടെ വരുമ്പോൾ ഇങ്ങനെ വരും. ഇതാണ് ഒരെണ്ണം. നമുക്ക് വരുന്നത് ഇതാണ്. ഇതൊരു കോഫി ബ്രൗൺ സാരിയാണ്. ലിനൻ കോട്ടൺ, സോറി ഇത് കോട്ട സിൽക്കാണ്. കോട്ട സിൽക്കിന്റെ സാരിയാണ്. ഇതിന്റെ ബ്ലൗസ് വരുന്നതും, ബ്ലൗസ് സത്യത്തിൽ ഞാൻ ഇതിന്റെ ബ്ലൗസ് കണ്ടില്ല. ഇതാണ്. നല്ല ബ്രൗൺ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ ഷെയ്ഡ്. അതിനകത്തൊരു ആഷും ഒരു ഐവറി കളറും ഒക്കെ കൂടിയുള്ള പ്രിന്റ്. ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. പ്ലെയിൻ ബ്രൗൺ ബ്ലൗസ് പീസാണ്. സാരി കണ്ടിട്ട് അങ്ങനെയായിരിക്കും സാരി വരിക കേട്ടോ. ബ്രൗൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. കുറേ അധികം ആൾക്കാർ ബ്രൗൺ ചോദിക്കുമ്പോൾ കിട്ടാറില്ല. വരുമ്പോൾ ഞാനിങ്ങനെ കാണിക്കും. ബ്രൗൺ സാരി ഭംഗിയാണ്. കോട്ട സിൽക്കിന്റെ സാരിയാണ്. നമുക്ക് കോട്ട സിൽക്ക് ഞാൻ പറയാൻ കഴിയും. കോട്ട സിൽക്ക് ഒക്കെ ബോഡിയുമായിട്ട് നമുക്ക് മാച്ചായി കിടക്കുന്നതാണ്. ഇങ്ങനെ ഒത്തിരി പൊന്തി നിൽക്കുക. ഇപ്പൊ വണ്ണമുള്ളവർക്കൊക്കെയാണ് പൊന്തി നിൽക്കില്ല. വണ്ണം കുറഞ്ഞവർക്കാണെങ്കിലും അധികം അങ്ങ് ഒട്ടിട്ട് കിടക്കില്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണ് വരുന്നത്. ഇനി ബത്തിക് പ്രിന്റ് വരുന്ന 2 സാരി കൂടെ ഉള്ളൂ. ഇതിൻ്റെ നമ്മുടെ ഇന്നത്തെ ഈ 25% സെയിലുള്ള സാരികൾ കഴിയാണ്. ഇത് ഇതിന്റെ പല കളേഴ്സ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് 2 കളർ മാത്രമേ ഉള്ളൂ. ഇതിന്റെ ബ്ലൗസ് ഇതുപോലെ ബത്തിക്കിൻ്റെ വരുന്ന പീസ് ബ്ലൗസാണ്. സാരി വന്നിട്ട് ബോഡി പ്ലെയിൻ ആണ്. പ്ലെയിൻ കളർ പ്ലെയിൻ ആണ്. അതിനകത്ത് ചെറിയ ലൈൻസ് ഉണ്ടോ, ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് സെൽഫ് ലൈൻസും ഗോൾഡൻ ലൈൻസും കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതായിരിക്കും. ബോഡിയിൽ ഫുൾ നമുക്ക് ഈ ഒരു കളറും വരും. ബ്ലൗസിൽ നമുക്ക് ഇങ്ങനെയും വരുമ്പോൾ മുന്താണി ഇത് തന്നെയാണ് കേട്ടോ. മുന്താണി ഞാൻ കാണിക്കാം. ഇതാണ് മുന്താണി വരുന്നത്. വൈറ്റും ഓറഞ്ചും ടാസൽസ് കൊടുത്തിട്ടുണ്ട് മുന്താണിയിൽ. വേണ്ടേ, ഇങ്ങനെയാണ് മുന്താണി വരിക. വെച്ച് കാണിക്കണമെങ്കിൽ കാണിക്കാം. ഇനി അതായിട്ട് വെച്ചില്ല എന്ന് പറഞ്ഞു.
ഇങ്ങനെയായിരിക്കും വരിക. എന്താ പറയുന്ന ഒരു കളർ നല്ല രസമുണ്ട്. അതിൻ്റെ ഒരു ഹണി ബ്രൗൺ എന്നൊക്കെ പറയുന്ന കളറാണ്. ഇതൊരു ബീട്രൂട്ട് ഷെയ്ഡാണ്. സെയിം തന്നെ ബത്തീക്കിൻ്റെ ബ്ലൗസ് പീസ് ഈ പറയണ പോലെ തന്നെ ഇതായിരിക്കും ബ്ലൗസ് പീസ് വരുന്നത്. ബോഡിയിൽ ഫുള്ളും പ്ലെയിൻ ബീട്രൂട്ട് ഷെയ്ഡ് കളറിൻ്റെ അകത്ത് ചെറിയൊരു സിൽവർ ലൈനൊക്കെ ആയിട്ട് വരുന്ന സാരിയാണ്. ബ്ലൗസ് തിരിച്ച് കാണിക്കാം. ബ്ലൗസ് ഇതാണ് ബ്ലൗസ് വരിക. സാരി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ലൈറ്റായിട്ടൊക്കെ ഒരുങ്ങി ചെറിയ സിമ്പിൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് പറ്റുന്ന സാരിയാണ്. ഇരിക്കും സാരി. ബ്ലൗസ് ഈ ഒരു പ്ലെയിൻ കളറിലെ ഈ കളറായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് 25% നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന സാരികൾ. ഓരോ പീസ് 2 പീസൊക്കെ ഉള്ളൂ. വേഗം തന്നെ നിങ്ങൾ വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയോ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത സെക്ഷൻ ഓഫ് സാരികളുമായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.